ഇവിടെ സോഷ്യൽ മീഡിയ സാമൂഹിക മാറ്റങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലത്ത് ഒരു നിലക്കതിനെ മനസ്സിലാക്കുമ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ഇങ്ങനെ പോകാതിരിക്കാൻ കഴിയില്ല എന്ന ഒരു ശബ്ദം കൂടി അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ജിൻഡോ ഈ ഒരു നമ്മൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂൺ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ എന്തെല്ലാം തരത്തിലുള്ള ജഗവകകൾ ഉണ്ടായാലും അവിടെ സോഷ്യൽ മീഡിയ എന്ന ഓരോ വ്യക്തികൾ കൈകാര്യം ചെയ്യുന്നതിനപ്പുറം പിന്നെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ചുകൂടി ഒരു നിലപാട് സ്വീകരിക്കേണ്ടതില്ല. ഞാൻ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ വളരെ ശക്തമായി തുറന്നു കാട്ടുന്ന ഒരു രീതി മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ഒരു കച്ചവടം എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ തരം ആളുകളുടെയും വ്യൂവർഷിപ്പ് വേണം, ഒരു റേറ്റിംഗിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ തരം കാഴ്ചക്കാരും ഞങ്ങൾക്ക് വേണം. അതിനുവേണ്ടി സ്ഥിരമായി പ്രത്യേകിച്ച് ഹിന്ദുത്വ വർഗീയത പറയുന്ന ആളുകൾക്ക് വേണ്ടി സ്ഥിരമായി സമയം നീക്കി വെക്കുന്ന ചാനലുകളെ നമ്മളിവിടെ കാണാൻ ഒരു നിശ്ചിത സമയം 4-5 ആളുകൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു. അപ്പോൾ വിവിധ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി സമയം അനുവദിക്കുന്നു. അവിടെ അത് ഏത് തരം രാഷ്ട്രീയത്തിന് വേണ്ടിയും സമയം അനുവദിക്കും. ഇത് യഥാർത്ഥത്തിൽ കുറച്ചുകൂടി അപകടകരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുകയില്ലേ എന്നാണ്. നമസ്കാരം. അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കില്ലേ എന്നല്ല, എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഡ്രഗ് ഡീൽ ചെയ്ത ചെറുപ്പക്കാരൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മൂവാറ്റുപുഴക്കാരനാണ്, മലയാളിയാണ്. ബാബുരാജ് സാർ ഇവിടെ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ഓടിയില്ലേ, ഒരുപാട് റീൽസ് ഓടി. അപ്പോൾ ഒരു കഞ്ചാവുമായിട്ട് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചാൽ അവൻ്റെ മതം തിരയുന്ന മാധ്യമങ്ങൾ മൂവാറ്റുപുഴയിൽ നിന്നൊരു മലയാളിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ആളുടെ മതം തിരഞ്ഞില്ല. ആളുടെ പേര് നമുക്ക് ആർക്കെങ്കിലും അറിയോ? മാധ്യമങ്ങളാണ്, പത്രമാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് അവരുടെ വാർത്തകൾ വായിക്കേണ്ട പ്രേക്ഷകരെയും വായനക്കാരെയും. ദൃശ്യമാധ്യമങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ട ആളുകൾ ആരാണെന്ന്. വാർത്ത ഒരു ഉൽപ്പന്നമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കും. ഒരു ഇലക്ഷൻ ദിവസം, വോട്ടെണ്ണൽ ദിവസം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമങ്ങൾ നമ്മൾ വെച്ചാൽ അതിലും നന്നായിട്ട് വൈകിട്ട് നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മീൻ മേടിക്കാൻ നിൽക്കുന്നിടത്ത് കേൾക്കാം വൃത്തിക്കുള്ള ബഹളം, അല്ലേ? ഇപ്പോൾ ഒരുപാട് ഉദാഹരണമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഞാൻ മത്സരിച്ച, അതിന് മുമ്പത്തെ ഇലക്ഷൻ ഞാൻ പരാജയപ്പെട്ട ആളാണ്. ഒരു 9:30 ആയപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾ തോക്കാൻ പോകാമെന്ന് കേട്ടല്ലോ, 3ാം സ്ഥാനത്താന്ന്, ഇനിയും തോറ്റ ഈ പണി വേണ്ട, നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ 14,000 വോട്ട് ലീഡ് ചെയ്യാന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ടതെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അവർക്ക് വലിയ ഉത്തരവാദിത്തമൊന്നുമില്ല. ഒരു മാധ്യമം കൊടുത്ത വാർത്തയാണ് ജിൻഡോ ജോൺ 3ാം സ്ഥാനത്താണ്. അവരത് തിരുത്താൻ 1.5 മണിക്കൂർ എടുത്തു. അപ്പോഴത്തേനും അത് കുറേ ഓടി. ആ മാധ്യമത്തിൻ്റെ ലോഗോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കണം. ചുമന്ന നിറത്തിലുള്ള 3 ചതുരക്കട്ടുകൾ, അത് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ. അതിനെ നേരെ എതിർക്കുന്ന 4ാമത്തെ പില്ലറായിട്ടുള്ള മാധ്യമം. എനിക്ക് ആ ലോഗോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സമൂഹത്തിലെ 4ാമത്തെ പില്ലർ എന്ന് നമ്മൾ പറയുന്ന മാധ്യമങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തെ, ജുഡീഷ്യറിയൊക്കെ നേരിട്ട് എതിർക്കുന്നതാണ് എന്നാണ് അവർ വെച്ചിരിക്കുന്നത്. ആ മാധ്യമ സ്ഥാപനത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരാണ് സർക്കാർ അനുകൂല പരസ്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള PRD വകുപ്പിൻ്റെ ട്രെയിനിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. എത്രത്തോളം സത്യസന്ധമായിരിക്കും? ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ വരുന്നുണ്ട്, പരമ്പരാഗത മീഡിയ വരുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ട്. സോഷ്യൽ മീഡിയ കുറേ കൂടി വിശ്വസിക്കേണ്ടി വരുന്നത് പരമ്പരാഗത മാധ്യമങ്ങൾ മുതലാളിമാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട്, രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ചിട്ട് വാർത്തകൾ പടച്ചു വിടുമ്പോൾ വിശ്വാസ്യത നഷ്ടം വരികയാണ്. തിരുത്തുന്നു പോലുമില്ല. സോഷ്യൽ മീഡിയ
അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോവുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് പരസ്പരം ഓഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് വിചാരിക്കുക. ഇവിടെ മോബ് ലിഞ്ചിങ്ങിന് സമാനമാണ് മാധ്യമ വിചാരണ പോലും. കളമശ്ശേരി ബോംബ് സ്ഫോടനം എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ എഴുതി കാണിച്ചപ്പോൾ സ്ക്രോൾ പോയപ്പോൾ ആരെക്കുറിച്ചായിരിക്കും കേരളത്തിലെ ആളുകൾ ആലോചിച്ചത്? ഇല്ലേ? പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നപ്പോൾ മരണപ്പെട്ട മനുഷ്യരുടെ മതം തെരഞ്ഞ മാധ്യമങ്ങൾ, ചെങ്കോട്ടയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ മരിച്ച ആളുകളുടെ മതം തെരഞ്ഞില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. കൃത്യമായിട്ട് താല്പര്യത്തോടെ തന്നെയാണ് എല്ലാ മുഖ്യധാര മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരാരാണെന്ന് തീരുമാനിച്ച 2013 80 മാധ്യമ സ്ഥാപനങ്ങളെ പർച്ചേസ് ചെയ്ത കാര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ അവർ താല്പര്യങ്ങൾ എന്താണ്? ഒരു കാലത്ത് നമ്മൾ വിചാരിച്ച്, ഇപ്പം നമ്മളൊക്കെ വായിച്ച് വളരുന്ന സമയത്തൊക്കെ കേൾക്കുന്ന സമയത്തൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ ഭരണകൂടത്തിന് നേരെ ശിരസുയർത്തി നിന്ന മാധ്യമ പ്രവർത്തകരെ സെലിബ്രേറ്റ് ചെയ്തൊരു നാടാണ് കേരളം പോലും. ഇന്ന് അങ്ങനെ ഉണ്ടോ? ഇന്ന് അങ്ങനെ ഇല്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഭരണകൂടത്തെ ശ്ലാഘിക്കാൻ വേണ്ടിയിട്ട്, വാഴ്ത്തി പാടാൻ വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തകർ തിരക്ക് കൂട്ടുകയാണ്. സത്യം കുറേ കഴിഞ്ഞാൽ വരിക, സത്യത്തിന് വലിയ ഓഡിയൻസ് ഇല്ല എന്ന് അവർ തന്നെ അങ്ങ് സ്ഥാപിക്കുകയാണ്. നമ്മൾ പത്രത്തിലൊരു പരസ്യം കണ്ടു, ഒരു ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ചു. ആ പരസ്യത്തിൽ പറഞ്ഞത് പ്രകാരം അതിൻ്റെ ഗുണമില്ലെങ്കിൽ നമുക്ക് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പരാതി കൊടുത്ത് നഷ്ടപരിഹാരം ഈടാക്കാൻ പറ്റും. ശരിയല്ലേ? ഒരു തെറ്റായ വാർത്ത നമ്മൾ കൺസ്യൂം ചെയ്ത് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ദോഷം സംഭവിച്ചാൽ ആ വാർത്ത സപ്ലൈ ചെയ്ത മാധ്യമത്തിനെതിരെ ഏതെങ്കിലും ഒരു നടപടി എടുക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. അവർക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, വായനക്കാരെ സൃഷ്ടിക്കുന്ന പത്രങ്ങളും പ്രേക്ഷകരെ തീരുമാനിക്കുന്ന ദൃശ്യമാധ്യമങ്ങളുമാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം. അത് ലോകമാകെയുണ്ട്. ഇപ്പോൾ ഇസ്ലാമോഫോബിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരു ബിഷപ്പ് പറഞ്ഞില്ലേ ലവ് ജിഹാദ്, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ വല്ലാതെ വേട്ടയാടപ്പെടുക. ഒരു എവിഡൻസ് പറയാൻ പറ്റാത്ത ആളുകൾ. ഇപ്പോൾ PC ജോർജിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു, 400-ലധികം ചെറുപ്പക്കാർ ലവ് ജിഹാദിലൂടെ മതം മാറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ PC ജോർജിൻ്റെ ഈരാറ്റുപേട്ട മണ്ഡലത്തിലും കുറേ ആളുകളുടെ എണ്ണം ഉണ്ടാവുമല്ലോ. ഇതാരാണെന്ന് പറയാൻ ഇതേവരെ പറ്റിയിട്ടില്ല. ഇത് തിരിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ഉത്തരം പറയിപ്പിക്കുന്നവരെ ചോദ്യം ചോദിക്കാൻ പറ്റുന്നുമില്ല. ഇത്തരം ആളുകളോട് ചോദ്യം ചോദിക്കാൻ പറ്റാതെ ശിരസ് കുനിച്ചിരിക്കുന്ന ആളുകൾ മാധ്യമ പ്രവർത്തകരല്ല. വിനീത വിധേയരായിട്ടുള്ളവർക്ക് ചേർന്ന പണിയുമല്ല മാധ്യമ പ്രവർത്തനം. നമ്മുടെ അവസാന വിശ്വാസം മാധ്യമങ്ങളെയാണ്, അല്ലേ? കോൺഗ്രസോ CPM-ഓ BJP-യോ ഭരണകർത്താക്കളോ ആരും കള്ളം പറയട്ടെ, പക്ഷെ സത്യം പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നത് മാധ്യമ പ്രവർത്തകരെയാണ്. അവർ കള്ളം പറഞ്ഞാൽ പിന്നെ നമ്മൾ ആരെ വിശ്വസിക്കും? അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സ്പേസ് വരികയാണ്. ഓരോരുത്തരും അവരവർക്ക് സത്യമെന്ന് തോന്നുന്നു പറയുന്നു. അക്കൂട്ടത്തിൽ കള്ളം പറയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് മുഖ്യധാര മാധ്യമങ്ങൾ കള്ളം വിറ്റത് കൊണ്ട് തന്നെയാണ്. എത്ര വർഷം കഴിഞ്ഞ് നമ്പിനാരായണന്റെ ഭാഗം ശരിയാണെന്ന് സ്ഥാപിക്കാൻ? ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്ന ആളുകൾ, ആരോപണങ്ങൾ രാജിവെച്ച പോയ ആളുകൾ, അല്ലെങ്കിൽ കരിയർ നഷ്ടപ്പെട്ട ആളുകൾ, വേട്ടയാടപ്പെട്ട ആളുകൾ, എത്ര പേർ അത് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ തിരിച്ചു പോരാടുന്നുണ്ട്. ഇപ്പൊ പോലും പല വാർത്തകൾ നടക്കുന്നുണ്ട്. പലരും പറയുന്ന തെറ്റായ ആരോപണമാണ്, ഞാൻ ഇതിനെയൊന്നും അത്ര കാര്യമാക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ തെറ്റായ ആരോപണം പറയുന്നവർക്കെതിരെ എന്തുകൊണ്ട് പോരാടാൻ തോന്നുന്നില്ല? അതിൻ്റെ അർത്ഥം ആത്മവിശ്വാസക്കുറവ് ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ ഇത് ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു വ്യാപാരമാണ്. ഈ ഭരണകൂടത്തെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും സത്യം പറയാൻ പറ്റില്ല. അവിടെ സോഷ്യൽ മീഡിയയ്ക്ക് കുറേ കൂടി സ്പേസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യധാര പത്ര ദൃശ്യ മാധ്യമങ്ങളെക്കാൾ വിശ്വാസ്യതയോടെ കാണുന്ന ചില ആളുകൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സോഷ്യൽ മീഡിയ നമുക്ക് വിശ്വസിക്കേണ്ടി വരികയാണ്. ഇപ്പോൾ ഓൾട്ട് ന്യൂസിൻ്റെ സുബൈർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ 100ഓളം സീറ്റിലേക്ക് ജയിക്കാൻ പറ്റുന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയോ കോൺഗ്രസിന്റെ പ്രവർത്തനമോ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, വിവിധ സിവിൽ സൊസൈറ്റികളുടെ പ്രവർത്തനം, ധ്രുവ് റാട്ടിയുടെ യൂട്യൂബ് വീഡിയോസ്, ഓൾട്ട് ന്യൂസിന്റെ സുബൈറിനെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയുണ്ട്.
അപ്പൊ മുഖ്യധാര മാധ്യമങ്ങൾ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് ധ്രുവ് റാട്ടിയും ഓൾട്ട് ന്യൂസിന്റെ സുബൈറും ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ആശ്രയിക്കേണ്ടി വരിക, സത്യത്തെ അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ടി വരിക. അപ്പൊ സത്യം പറയുന്ന ആളുകൾക്ക് സ്പേസ് ഇല്ല എന്ന് തോന്നുന്നത് ഈ സത്യാനന്തര കാലത്തെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുകയും വല്ലാത്ത വർത്തമാനം പറയുന്ന ആളുകൾ പോലും അസത്യം പറയും, അല്ലെങ്കിൽ അസത്യം പറയുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് സെലക്റ്റീവാണ്. സത്യം എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയാണ്, എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ്. പക്ഷെ എൻ്റെ പാർട്ടിക്ക് കാര്യമായിട്ട് ഗുണമുണ്ടാകുന്ന കാര്യത്തിൽ അല്പം അസത്യം പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയും, അല്ലാത്ത ഘട്ടത്തിൽ വല്ലാത്ത സത്യാനന്തര കാലത്തെ കുറിച്ചിട്ട് വല്ലാത്ത പ്രസംഗം നടത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. അപ്പം നമ്മൾ സത്യത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കണം. അവസാനത്തെ മനുഷ്യൻ വരെ സത്യത്തിനു വേണ്ടി കാത്തിരിക്കുക. എല്ലാ മതസാരങ്ങളും, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും സത്യം പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ സത്യം മാത്രം പറയുമ്പോഴത്തേനും കാലം കുറെ വൈകിപ്പോവും. ഇപ്പൊ ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ ചർച്ച ചെയ്ത വാർത്തയുണ്ട്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വേറൊരു നിർദ്ദേശത്തെ കുറിച്ചുള്ള വാർത്ത ഇന്ന് വന്നു. പക്ഷെ ഇന്നലെ ഓടി അത്രയോ ഇന്ന് ഓടില്ല. ആദ്യത്തെ കള്ളമാണ് നന്നായിട്ട് ഓടുക. അപ്പൊ അത് ആ സെക്കൻഡിൽ തന്നെ പൊളിക്കാൻ നമ്മുടെ കയ്യിൽ വലിയ 80 മാധ്യമ സ്ഥാപനങ്ങളെ പർച്ചേസ് ചെയ്യാനുള്ള പണമില്ല, രാഷ്ട്രീയ ബലമില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജായിരിക്കും എൻ്റെ പോരാട്ടത്തിൻ്റെ പോർമുഖം. എനിക്കതേ വഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കേണ്ടി വരികയാണ്. എത്രയോ കാര്യങ്ങൾ. ഇപ്പോൾ കണിച്ചുകുളങ്ങരയിൽ ഒരു കൊലപാതകം നടന്നപ്പോൾ അതിലെ സത്യം പുറത്തു കൊണ്ടുവന്നത് വൈകിട്ടത്തെ പത്രമാണ് അല്ലേ? ഒരു അന്തിപത്രമാണ് കൊണ്ടുവന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, ഒരു അന്തിപത്രം ലേഖനം എഴുതിയാണ് കണിച്ചുകുളങ്ങരയിൽ ഒരു ലോറി ഇടിച്ച് ചിട്ടിക്കമ്പനിക്കാരനെ കൊന്ന കേസ് കൊണ്ടുവന്നത്. അപ്പം എല്ലാം നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു വർത്തമാനം പോലും വാർത്തയാക്കപ്പെടും, അതിൽ സത്യത്തിൻ്റെ കഴമ്പുണ്ടെങ്കിൽ. അല്ലാത്തതൊക്കെ കച്ചവട ഉൽപ്പന്നം മാത്രമാണ്. അത് കള്ളം കൊണ്ട് പൊതിഞ്ഞ് ഭംഗിയാക്കി ചിത്രീകരിച്ചു കൊണ്ടുവരുന്ന. ഇപ്പോൾ രാവിലെ കാപ്പി കുടിക്കാൻ സമയത്ത് തൊട്ട് കാപ്പി കപ്പുമായിട്ട് കള്ളം പറയുന്ന ആളുകൾ പാതിരാത്രിക്ക് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വരെ നമ്മളോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് സത്യത്തെ തേടാൻ ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ള ഓൾട്ടർനേറ്റീവിൻ്റെ ഒപ്പം നിൽക്കേണ്ടി വരും. അവിടെയും ഒരുപാട് കള്ളന്മാരുണ്ട്. പക്ഷെ നമ്മൾ സത്യം തന്നെ പറഞ്ഞുകൊണ്ട് നിരന്തരം പോരാടുക മാത്രമാണ് ഒരു വഴിയുള്ളൂ.